PSG-യും ഇന്റർ മിലാനുമാണ് ഈ ഒരു സീസണിലെ UCL ഫൈനൽ. ഈ ഒരു മാച്ച് എവിടെയാണ് നടക്കുന്നത്? ബയൺ മ്യൂണിക്കിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള അലിയൻസ് അറീനയിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഈ ഒരു മ്യൂണിക്കിൽ നടക്കാൻ പോകുന്ന UCL ഫൈനൽസിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് അവിടെ ആരാണോ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ആവുന്നത്, ഡെബ്യൂ ചാമ്പ്യൻസ് ആയിരിക്കും ആ ഒരു സീസണിലെ ചാമ്പ്യൻസ്. അതായത് നമുക്കറിയാം PSG ഇതുവരെ ഈ ഒരു UCL-ൽ ചാമ്പ്യൻസ് ആയിട്ടില്ല. അതുപോലെ തന്നെ 2025 എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഇയറാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മേജർ ട്രോഫി ഒരു ടീം നേടുന്നു. പലരുടെയും കരിയറിൽ ആദ്യമായിട്ടൊരു മേജർ ട്രോഫി നേടുന്നു. അങ്ങനെ ഗണിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ PSG ഈ ഒരു സീസണിലെ UCL ചാമ്പ്യൻസ് ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്കറിയാം യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ചെൽസി വേഴ്സസ് റയൽ ബെറ്റിസിന് വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ചാമ്പ്യൻസ് ആവാമായിരുന്നു. പക്ഷേ ചെൽസിയാണ് വിജയിച്ചത്. അങ്ങനെ ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു മാച്ച്. പിന്നെ ഇന്റർ മിലാൻ നമുക്കറിയാം, അവർ ചെറിയ ടീമല്ല. ബാഴ്സലോണയൊക്കെ സെമി ഫൈനലിൽ എടുത്ത് പുറത്താക്കി കളഞ്ഞിട്ടാണ് അവർ ഫൈനലിലോട്ട് എൻ്റർ ചെയ്തത്. സോ സിമിയോൺ ഇൻസാഗിയുടെ ഇന്റർ മിലാൻ ചെറിയൊരു ടീമല്ല. PSG വേഴ്സസ് ഇന്റർ മിലാൻ ഈ ഒരു UCL ഫൈനലിൽ തീ പാറും എന്നുള്ളത് കൺഫേം ആണ്. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിലെ UCL ചാമ്പ്യൻസ് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.